ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തു നമ്മളെ തേടിയെത്തിയതാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ചെയ്തത് കൊണ്ടാണ് യേശു നമ്മളെ വിളിച്ചപ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ മുട്ടിയപ്പോൾ നമുക്ക് യേശുവിനെ സ്വീകരിക്കാനും യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാനും സാധിച്ചത്, അല്ലെ? പാപത്തിന്റെ പിടിയിലായിരുന്നു മനുഷ്യവർഗത്തെ തേടിയെത്തിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം, അല്ലെ? ഇത് നമ്മൾ ആയിട്ട് ഒരു വർക്ക് തുടങ്ങിയതല്ല. നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമല്ല നമ്മൾ യേശുവിലേക്ക് പോയത്. ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല, അല്ലെ? ഞാന് ദൈവത്തെ തേടി നടക്കുവായിരുന്നു, അപ്പൊ അങ്ങനെ ഞാൻ കണ്ടെത്തി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലൊക്കെ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ജീവിതത്തിന് വല്ലാത്തൊരു അവസ്ഥകൾക്കൂടെ കൂടെ കടന്നു പോകുമ്പോൾ ഒരു സമയത്ത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എൻ്റെ ഈ ജീവിതത്തിന്റെ പ്രശ്നത്തിലൂടെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വരുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ആഗ്രഹവും വരുന്നു, ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യേശു ക്രിസ്തുവിൽ നിന്നാണ്, അല്ലെ? പിതാവിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ആഗ്രഹം വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തിരിക്കുന്നത്, വർക്ക് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്ന അവനാണ്. അവന്റെ ഇഷ്ടത്തിന് പ്രകാരമാണ് ആ വർക്ക് ചെയ്യുന്നത്, അല്ലെ? അവന്റെ ഇഷ്ടത്തിന് പ്രകാരം വർക്ക് ചെയ്തെങ്കിലുള്ള അവന്റെ ഇഷ്ടത്തിന് പ്രകാരമായിട്ടുള്ള ആളുകൾ നമ്മളായി തീരത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റോറിയിലേക്ക് അവനെ എങ്ങനെയും തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കാതെ, അവന്റെ ഇഷ്ടത്തിന് പ്രകാരം നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റോറി എഴുതാൻ നമ്മൾ അവനെ അനുവദിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ സ്റ്റോറി വളരെ മനോഹരമായിരിക്കും. അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റോറി എഴുതുന്നതെങ്കിൽ കാശിന് കൊള്ളാത്ത സാധനമായിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ല കർത്താവ്. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹമാണ് കർത്താവ്. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് കർത്താവ്, ഞങ്ങൾ കുറ്റപ്പെടുത്താതെ അങ്ങയുടെ മകന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങളെ വാർത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് എന്നൊന്ന് കൂട്ടായിരിക്കുന്നു എന്നുള്ളത് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. വർക്ക് അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ തുടങ്ങിയിരിക്കുന്നത് തീർക്കാനുള്ള കൃപ കർത്താവ് അങ്ങേക്കുണ്ട്, അങ്ങേ ചെയ്യുകയും ചെയ്യും. യേശുവിൻ നാമത്തിൽ പിതാവേ, ഹോളി സ്പിരിറ്റ് ഗോഡായിട്ട് പുത്രനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് പോകാം. 13ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ ചാപ്റ്ററിന്റെ 20ഉം 21ഉം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ, എബ്രായന്റെ 13, 20, 21. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നു മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്കു പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ ഇത് വായിക്കുമ്പോൾ ഇച്ചിരി കട്ടി പോലെ തോന്നും, പക്ഷെ കാര്യം അധികം കട്ടിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിത്യനിയമത്തിന്റെ രക്തത്തിൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം എന്ന് വെച്ചാൽ ദൈവം അല്ല, പിതാവായ ദൈവം തന്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന്, അല്ലെ, എന്താ പറയണേ, ജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ യേശുവിനെ പറ്റി പറയുവാണ്, ആ ആടുകളുടെ വലിയ ഇടയനായവൻ, അല്ലെ, അവന്റെ രക്തം കൊണ്ട്, ആ ആടുകളുടെ വലിയ ഇടയനായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിത്യ നിയമം അത് സീൽ ചെയ്ത്, അത് റാറ്റിഫൈ ചെയ്ത്, അല്ലെ, അത് പ്രാബല്യത്തിലാക്കി നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ആ ദൈവം, സമാധാനത്തിന്റെ ദൈവമായിട്ടുള്ള പിതാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സമാധാനത്തിന്റെ ദൈവ പിതാവ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പിതാവ് നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ, അല്ലെ? അപ്പൊ ദൈവം എന്ത് കാര്യം ചെയ്താലും യേശുക്രിസ്തു മുഖാന്തരമാണ് ചെയ്തത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം, കൊളോസ്യർക്ക് ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ സൃഷ്ടി മുഴുവൻ ദൈവം ചെയ്തിരിക്കുന്നത് യേശുവിന് വേണ്ടിയും യേശു വഴിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഹിം, ത്രൂ ഹിം, ബൈ ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? യേശു വഴി അല്ലാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളില് ഒരു വർക്ക് പിതാവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവന്റെ ഇഷ്ടം നടപ്പാക്കുന്നതിന് വേണ്ടി, അതിനായിട്ട് എല്ലാ നന്മകളും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, എക്വിപ്പ് ചെയ്തിരിക്കുന്നു, എംപവർ ചെയ്തിരിക്കുന്നു, സ്ട്രെങ്ത് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെയാകുമ്പോ നമ്മുടെ ഉള്ള തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുന്നതിന് വേണ്ടി,
അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളില് ഒരു വർക്ക് തുടങ്ങിയവൻ ദൈവം. നമ്മളെ പാപത്തിന്റെ പിടിയിലായിരുന്നവരെ ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവം. തന്റെ പുത്രന്റെ എന്താ പറയാ, ആ പ്രകാശം പൂർണ്ണമായിട്ടുള്ള കിങ്ഡത്തിലേക്ക്, രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ദൈവം, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്നത് അവന്റെ ഇഷ്ടത്തിന് പ്രകാരം ചെയ്യുന്നതിന് വേണ്ടിയാ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമല്ല, അവന്റെ ഇഷ്ടത്തിന് പ്രകാരം നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്യുകയും അവന് പ്രസാദകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ മാറ്റുന്നതിന് വേണ്ടി, പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മാറ്റുന്നതിന് വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് പ്രകാരം മാറ്റുന്നതിന് വേണ്ടി ആ ഒരു വർക്ക് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്ന അവൻ അതിനായിട്ടുള്ള എല്ലാ നന്മകളും നമ്മുടെ ഉള്ളിൽ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, അതായത് എക്യുപ്പ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നതും അവൻ തന്നെ, അല്ലെ? യേശു വഴി അത് നിവർത്തിയാക്കുക, വർക്ക് അവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ നിവൃത്തിയാക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പൊ ഫിലിപ്പിയർ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, 1-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാളെന്ന് വെച്ചാൽ യേശുക്രിസ്തു വരുമ്പോൾ കംപ്ലീറ്റ് ആക്കത്തക്ക രീതിയിൽ ഒരു നല്ല വർക്ക് തുടങ്ങിയിരിക്കുന്ന പിതാവാണ്. അത് അവൻ ഫിനിഷ് ആക്കുക തന്നെ ചെയ്യും. എന്ന് വരുമ്പോ യേശുക്രിസ്തുവിന്റെ നാൾ വരുമ്പോ നമ്മൾ അവനെ പോലെ ആയിത്തീരുക എന്നുള്ള ഒരു നല്ല വർക്കാണ് പിതാവ് നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്. പിതാവാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്. പിതാവ് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്ന വർക്ക് നമ്മള് അത് ചെയ്യാനായിട്ട് നമ്മൾ അവനെ അനുവദിക്കുകയാണെങ്കിൽ, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം നമ്മളെ പണിതെടുക്കാൻ വേണ്ടി നമ്മൾ അവനെ അനുവദിക്കുകയാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള വ്യക്തികളായി നമ്മൾ തീരുക തന്നെ ചെയ്യും, അല്ലെ? അവനാണ് നമ്മുടെ സ്റ്റോറി എഴുതുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ അവനാണ് നമ്മുടെ ജീവിതത്തിന്റെ ആർക്കിടെക്ട് എങ്കിൽ, ഡിസൈനർ എങ്കിൽ, അല്ലെ? നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുത്തുന്നവൻ അവനാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓതറും ഫിനിഷറും അവനാണെങ്കിൽ, യേശുക്രിസ്തു ആണെങ്കിൽ, അല്ലെ? യേശുക്രിസ്തു പിതാവാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെ, എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പാത്രമായി നമ്മളെ മാറ്റുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മളുടെ ജീവിതം പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിന്റെ സ്റ്റോറി എഴുതുന്നതും തിരക്കഥയും സംഭാഷണവും എല്ലാം സ്ക്രീൻ പ്ലേയും എല്ലാം ചെയ്യുന്ന നമ്മളാണെങ്കിൽ, അത് നമ്മൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു സ്റ്റോറിയാക്കി അതിനെ എടുത്തു കഴിയുമ്പോഴേക്കും എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ നമ്മുടെ രീതിയിലേക്ക്, നമ്മുടെ ഷേപ്പായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും കാണത്തില്ല, അല്ലെ? അതൊരു പരാജയത്തിൻ്റെതായിരിക്കും. അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് മിക്കവാറും ആളുകൾ തന്നെ ദൈവത്തിന്റെ ആ ഒരു വർക്ക്, അല്ലെ, തന്റെ പുത്രനെ പോലെ നമ്മളെ ആക്കിയെടുക്കുക എന്നുള്ളൊരു വർക്ക്, അതിനുവേണ്ടി അവൻ പല മെത്തേഡുകൾ ഉപയോഗിച്ചെന്നിരിക്കും. നമ്മള് എന്താ പറയുക, ഒന്ന് ബെൻഡ് ചെയ്യേണ്ട ആൾക്കാരെ, സ്വഭാവമൊക്കെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കേണ്ട ആൾക്കാരെ അവനൊന്ന് ബെൻഡ് ചെയ്തെന്നിരിക്കും, അല്ലെ? ഒന്ന് വളച്ചൊടിച്ചെന്നിരിക്കും, അല്ലെ? എന്താ പറയാ, ഒരു എൻകറേജ്മെന്റ് ആണെങ്കിൽ ഒന്ന് എൻകറേജ് ചെയ്യുകയാണ് വേണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്തിരിക്കും, അല്ലെ? നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുന്നവൻ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എന്താണെന്ന് അറിയുന്നത് ദൈവത്തിനാണ്, അല്ലെ? അപ്പൊ നമ്മൾക്ക് എന്താണ് ആവശ്യം, നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ഓരോ വ്യക്തിക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്, അല്ലെ? ഏതൊക്കെ അറ്റവും എന്താ പറയാ, കൂർത്തിരിക്കുന്ന അറ്റങ്ങളും ചളുങ്ങിയിരിക്കുന്ന ഭാഗങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് വാർത്തെടുക്കേണ്ടതെന്നും നമ്മുടെ സ്വഭാവത്തിന് എത്രമാത്രമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും അറിയാവുന്ന ദൈവത്തിൽ തന്നെയാണ്. അപ്പൊ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ദൈവം തരുന്നത്. കാരണം ദൈവം ഒരു വർക്ക് ചെയ്യുവാണ്, അല്ലെ? അവൻ ഒരു തച്ചനാണ്. യേശുക്രിസ്തു ഒരു തച്ചനാണ്. യേശുക്രിസ്തു ഒരു കാർപ്പന്റർ ആണ്, അല്ലെ? അപ്പൊ കാർപ്പന്ററിന് അറിയാം, കാർപ്പന്ററിന്റെ കയ്യിലേക്ക്, ഒരു തച്ചന്റെ കയ്യിലേക്ക് ഒരു തടിക്കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താക്കി എടുക്കണം എന്നുള്ളൊരു കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം അവന് മാത്രമേ അറിയത്തുള്ളൂ. അതിനനുസരിച്ച് അവന് ആ തടിക്കഷ്ണത്തെ ട്രീറ്റ് ചെയ്യുകയും അതിന് മാറ്റം അവസാനം മനോഹരമായിട്ടുള്ള എന്ത് വസ്തുവാണോ അവന് താല്പര്യം ചെയ്തെടുക്കുന്നത് അതുപോലെ ആക്കി തീർക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ അതിന് തടിക്കഷ്ണം എന്ത് ചെയ്യണം, ആ കാർപ്പന്റെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല എങ്കിലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇഷ്ടമുള്ള രീതിയിൽ വേണം നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുവാണെങ്കിലോ എങ്ങനെയൊക്കെ, അതാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നടന്നു പോകുന്നത്.
അല്ലെ? നമ്മളെപ്പോഴും ദൈവത്തിന്റെ കൈകളെ ഇങ്ങനെ ബെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ? നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ദൈവത്തിന്റെ ആൻസറുകൾ നമ്മുടെ പ്രേയറിന്റെ ആൻസറുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും അല്ലെ? ഒരുപാട് പ്രാർത്ഥിക്കും നമ്മൾ അല്ലെ? നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആ ഒരു ജേർണിയില് നമ്മൾക്ക് മിക്കവാറും നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അല്ലെ ഇങ്ങനെ നമ്മൾ ഇഷ്ടത്തിന്റെ പ്രകാരത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഭയങ്കര അത് സങ്കടത്തിന്റെ വഴിയിലേക്കായി പോകും അല്ലെ? ഒരുപാട് കണ്ണീരും ഒരുപാട് കരച്ചിലുമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരുപാട് വേദനജനകമായി പോകും. എന്നാല് ചില ആൾക്കാരാണെങ്കിൽ ആ ഒരു യാത്രയിൽ അവരെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അവര് ദൈവത്തിൽ നിന്നും തന്നെ പോകുന്ന ഒരു കാഴ്ച കാണും നമ്മൾ അല്ലെ? നമ്മളോട് ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാ അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ് ഫലം കായ്ക്കുന്നതിന് വേണ്ടി അല്ലെ? നമ്മൾ പോയി ഫലം കായ്ക്കുന്നതിന് അതൊക്കെ ഫലം എന്ന് പറഞ്ഞാല് റിമൈനിങ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ? ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫലം നിത്യമായിട്ടുള്ള ഫലം കായ്ക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മളെ അവൻ തിരഞ്ഞെടുത്തതാണ് അല്ലെ? അപ്പൊ നമ്മളെ തന്നെ കൈകളിലേക്ക് കൊടുക്കുവാണ്, ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുവാണെങ്കിൽ അല്ലെ? നമ്മള് വിജയാളികളായി തരും. ഫിലിപ്പിയർക്കെതിരെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 13 ഇങ്ങനെ പറഞ്ഞിരിക്കും, നമ്മൾക്ക് ഇച്ഛ തരുന്നതും ആ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും അത് ദൈവത്തിന്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴി കൂടെ നടക്കാനും ദൈവത്തിന്റെ വർക്ക് ചെയ്യാനുള്ള ഇച്ഛ തരുന്നത് അത് ദൈവമാണ് അല്ലെ? അതനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഇച്ഛ തരുന്ന എല്ലാം തരുന്ന ദൈവമാണ്. അല്ലാതെ നമുക്ക് മനുഷ്യരെ കൊണ്ട് ദൈവത്തിന്റെ വഴി കൂടെ സ്വന്തമായിട്ട് നടക്കാൻ സാധിക്കത്തില്ല. അത് മനുഷ്യർക്ക് അത് കേപ്പബിൾ അല്ല മനുഷ്യര് അല്ലെ? അപ്പോ ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ തന്നെ കൊടുക്കുമ്പോ അവനെ സമ്മതിക്കുമ്പോ അല്ലെ? വർക്ക് നമ്മുടെ ഉള്ളിൽ അവൻ സ്റ്റാർട്ട് ചെയ്ത വർക്കിനെ ഫിനിഷ് ചെയ്ത് നമ്മൾ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ വിജയാളികളായി തീരും. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതാ നമുക്ക് മിക്കവാറും തന്നെ നമ്മൾ കാണുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുമ്പോ അത് നമ്മളല്ല എഴുതേണ്ടത്, നമ്മളുടേതല്ല. അവൻ സ്വന്തം മകന്റെ യേശുക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്ത ഉടയവൻ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പണിതെടുക്കണം അല്ലെ? അവൻ യേശുവിന്റെ കിങ്ഡത്തില് യേശുക്രിസ്തുവിന്റെ കിങ്ഡത്തില് യേശുക്രിസ്തുവിനെ പോലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ആൾക്കാരല്ല വേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ആൾക്കാരെയാണ് എന്താ പറയുക യേശുവിന്റെ രാജ്യത്ത് വേണ്ടത്. അപ്പൊ രാജാവായിരിക്കുമ്പോ ഡെമോക്രസി അല്ല അല്ലെ? നമുക്കൊരു പ്രസിഡന്റുമാരായിരിക്കുമ്പോ പ്രസിഡന്റുമാരൊക്കെ ഉള്ള ഒരു കൺട്രിയിലെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റുമാരൊക്കെ ഉള്ള കൺട്രിയിലാണെങ്കിൽ നമുക്ക് വോയിസ് ഉണ്ട്, അവർക്കെതിരായിട്ട് സംസാരിക്കും. വെസ്റ്റേൺ വേൾഡിലൊക്കെ അമേരിക്കയിലൊക്കെ അതിനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് പ്രസിഡന്റിനെതിരായിട്ടൊക്കെ സംസാരിക്കുക, കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ഇന്ത്യയൊന്നും അതൊന്നും സാധിക്കത്തില്ല. മോദിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് മോദി കൈയടിക്കും നമ്മുടെ അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയല്ല പറയുന്നത്. എന്ന് വെച്ചാല് അതൊരു ഡെമോക്രസിന്റെ പാർട്ടായിട്ട് വരുന്നത്. പക്ഷെ രാജ്യം എന്ന് പറയുമ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞാൽ രാജ്യമാണ്, ദൈവത്തിന്റെ ഡെമോക്രസി അല്ല അല്ലെ? നമുക്ക് തോന്നുമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നടന്നിട്ട് അവസാനം അങ്ങോട്ട് കയറി ചെല്ലാം യേശുക്രിസ്തു നമ്മളെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ അത് നടക്കത്തില്ല. അത് ദൈവം അത് സമ്മതിക്കത്തില്ല. അങ്ങനെയല്ല ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാതിരിക്കാം. ഇസ്രായേലിന് രാജാവിന് വേണമെന്നൊരു തോന്നല് അല്ലെ? ഇസ്രായേലിന്റെ രാജാവിന് വേണമെന്നൊരു തോന്നല് സാമുവേൽ ഓൾറെഡി ജഡ്ജായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇസ്രായേലിന് രാജാവിന് വേണമെന്ന് തോന്നുന്നത് അല്ലെ? അപ്പോ ഇസ്രായേൽ എന്ന് സാമുവേലിന് പറയുന്നില്ല, മറ്റുള്ള അയൽവക്കക്കാർക്കൊക്കെ രാജാക്കന്മാരുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്കും രാജാവിനെ വേണം അല്ലെ? അപ്പൊ ദൈവം പറയുന്ന അവരെന്നെ ഇൻസൾട്ട് ചെയ്ത് അവരെന്നെയാണ് റിജക്ട് ചെയ്തത്, നിന്നെയല്ല റിജക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? കാരണം അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഇഷ്ടത്തിന് പ്രകാരം, അവരുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് പ്രകാരം. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് പ്രകാരം, നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം പോകുമ്പോൾ നമ്മൾ ദൈവത്തെ റിജക്ട് ചെയ്യുകയും ചെയ്തു, നമ്മൾ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തു, നമ്മൾ ദൈവത്തെ തള്ളിക്കളയുകയോ ചെയ്യുന്നു അല്ലെ? അപ്പോ നമുക്കറിയാം പിന്നെ ദൈവം ഇസ്രായേൽ മക്കളുടെ ഇഷ്ടത്തിന് പ്രകാരം സോളിനെ രാജാവായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ സോൾ എന്നുള്ള വ്യക്തി തികഞ്ഞ പരാജയമായിരുന്നു അല്ലെ? ദൈവം കൊടുത്തന്നെ രാജാവിന്. സാമുവേലിന്റെ സമയം കഴിയുമ്പോഴേക്കും ദൈവം ഒരു രാജാവിനെ കൊടുത്തേനെ. ആ രാജാവ് ദൈവം കണക്കൂട്ടിരുന്ന രാജാവ് ഡേവിഡാണ് അല്ലെ? അത് സാമുവേലിന്റെ സമയം കഴിഞ്ഞിട്ട് സാമുവേലിനെ അവിടെ ജഡ്ജായിട്ട് ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു
അല്ലെ? അപ്പൊ ദൈവത്തിന്റെ സമയത്തിനായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് അല്ലെ, ദൈവത്തിന്റെ രീതിക്കായിട്ട് ഇസ്രായേൽ മക്കള് നോക്കിയില്ല. അതുകൊണ്ടാണ് അവർ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത് അല്ലെ. ഒരു സങ്കടത്തിന്റെ അവസ്ഥയിലേക്കും അവര് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്ന അവസ്ഥയിലേക്കും വന്നതിന്റെ കാര്യം ഇതാ. അപ്പൊ അതിന് നമ്മളോട് ദൈവം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലൊരു വർക്ക് തുടങ്ങിയത് അല്ലെ, ദൈവത്തിന്റെ പ്രകാരം കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സ്ട്രെങ്ത് ചെയ്യുന്നത്, നമ്മളെ നല്ല കാര്യങ്ങൾ കൊണ്ട് എക്വിപ്പ് ചെയ്തിരിക്കുന്നത് ദൈവമാണ്. പിതാവായ ദൈവമാണ്. യേശുക്രിസ്തു വഴി ദൈവത്തിന് എന്താണ് നമ്മളെ കൊണ്ട് ഉദ്ദേശം എന്നുള്ളതും നമ്മൾ ആരായി തീരണം എന്നുള്ളതും ദൈവം അത് അക്കംപ്ലിഷ് ചെയ്യുക തന്നെ ചെയ്യും. ദൈവം അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മളെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെ, അവനിഷ്ടമുള്ള രീതിയിൽ അവൻ നമ്മളെ വാർത്തെടുക്കും. അത് പെർഫെക്റ്റ് ആയിരിക്കുകയും ചെയ്യും. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അല്ലാതെ വെറുതെ കണ്ണീരിലേക്കും അല്ല നിരാശയിലേക്കും, എത്രയോ പേർക്കാണ് നിരാശയാകുന്നത് അല്ലെ, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് നിരാശയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. ദൈവത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്ന ആൾക്കാർ പലരുണ്ട്. പ്രാർത്ഥന എന്ത് തരത്തിലുള്ള പ്രാർത്ഥന, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതാണോ, ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്ത് നോക്കാതെ ഒരുപാട് പ്രാർത്ഥിച്ച് അവസാനം കിട്ടാതിരിക്കുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന എത്രയോ വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെ ആകാതിരിക്കട്ടെ അല്ലെ നമ്മുടെ ജീവിതം. എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്നവർ ദൈവമാണ്. അപ്പൊ ഇതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് തുടങ്ങിയിരിക്കുന്ന അവനാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ എന്താ പറയാ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ഓവർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് പരിശുദ്ധനായിരിക്കണം, എനിക്ക് ഹോളി ആയിരിക്കണം, എനിക്ക് ദൈവത്തിന്റെ ഗുഡ് ലിസ്റ്റിലായിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവരെ തന്നെ അങ്ങോട്ട് എന്താ പറയാ, ഈ ലോകത്ത് നിന്നെല്ലാം സൂപ്പർ സ്പിരിച്വൽ ഒക്കെ ആക്കി വെച്ചുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ എനിക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ഞാനൊരു പാപം ചെയ്തു പോയി, എനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കത്തില്ല, കാരണം ഞാൻ പാപം ചെയ്തു പോയല്ലേ, ഞാനിപ്പോ ഹോളി അല്ലല്ലോ, ഞാനിപ്പോ പരിശുദ്ധനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ദൈവം എന്നോട് കൃപയുള്ളവനായിരിക്കും, ദൈവം എന്നിൽ പ്ലീസ് ചെയ്തിരിക്കും, ദൈവത്തിൽ സന്തോഷമായിരിക്കും എന്നെ പറ്റി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ പോകും. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ചെക്ക് മാർക്ക് ഇടുന്നു അല്ലെ, ഞാൻ ഇന്ന് 10 പ്രാവശ്യം ബൈബിൾ വായിച്ചു, ഞാൻ 15 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, അപ്പൊ ദൈവം എന്നോട് എന്താ പറയാ വളരെയധികം ദൈവം എന്നോട് താല്പര്യമായിരിക്കും, എനിക്ക് സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന വ്യക്തികൾ, ബൈബിൾ വായിക്കരുതെന്നല്ല പറയുന്നത്, പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത്. ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ അവൻ സ്നേഹിച്ചത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. സാൽവേഷൻ ഒരിക്കലും പ്രവൃത്തി കൊണ്ടല്ല. നമ്മൾ പ്രവൃത്തി ചെയ്ത് നമ്മള് ദൈവത്തിനോട് അകല അകലത്തിലായിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. എല്ലാ കാര്യത്തിനും അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, എല്ലാ കാര്യത്തിനും അവനെ വിശ്വസിക്കുക. തന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നത്, പ്രവൃത്തി കൊണ്ടല്ല. നമുക്ക് പ്രവൃത്തി കൊണ്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. പ്രവൃത്തി കൊണ്ട് ഒരിക്കൽ പോലും ദൈവത്തിന്റെ പ്രീതി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയായിരുന്നു ഇസ്രായേൽ മക്കൾ അത് നേരത്തെ സാധിക്കുമായിരുന്നു, അവർക്ക് സാധിക്കുമായിരുന്നു. അവര് ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ബലി കൊടുക്കാൻ പറഞ്ഞ അവര് ബലി കൊടുക്കുന്ന വ്യക്തികൾ. പക്ഷെ എന്തിനാണ് ബലി കൊടുക്കുന്നത്, എന്തിനാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞത് അല്ലെ എന്നതിനെ പറ്റി അവർ ചിന്തിച്ചിട്ടില്ല ഒരിക്കൽ പോലും. തങ്ങളുടെ ഉള്ളിൽ പാപമുണ്ട്, അതിനു വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്നും ദൈവത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പാപത്തിനെ പറ്റിയുള്ള അറിവ് കൊടുക്കുന്നതിനാണ് ഈ ബലികളെ പറ്റി പറഞ്ഞതെന്നും ന്യായപ്രമാണം കൊടുത്തതെന്നും തങ്ങൾക്ക് ഉള്ളിൽ പാപമുണ്ടെന്നും തങ്ങൾക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് പോകണമെന്നുള്ള അറിവ് അവര് എന്താ പറയാ ദൈവം കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും, പ്രോഫറ്റുമാര് വഴിയെല്ലാം ദൈവം കൊടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവരിങ്ങനെ പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെട്ടതിന് റൈച്ചസ് എന്താ പറയാ നീതിമാനാകാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് നീതി കിട്ടില്ല, ഒന്നും കിട്ടില്ല, അവർ നശിച്ചു പോകുക തന്നെ ചെയ്തത് അല്ലെ. ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളായിരിക്കും എപ്പോഴും അല്ലെ, ദൈവത്തിലേക്ക് വരുന്ന വ്യക്തികളായിരിക്കുക, ദൈവത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കുക അല്ലെ. അല്ലാതെ എനിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ എനിക്കൊരു എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്താലുള്ള ഒരു 50 പ്രാവശ്യം ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുന്ന എനിക്ക് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ രീതിയിലേക്ക് പോകുമ്പോ അല്ലെ, ഔട്ട്വേർഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന വർക്കിനെ അതിന് അനുകൂലമായിട്ട് നമ്മൾ നിൽക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് എന്റെ വഴി കൂടെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം നിങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അതിനുള്ള ഇച്ഛ തരുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് തരുന്നത് ഞാനാണ് അല്ലെ. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, എന്റെ കയ്യിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്താൽ മതി അല്ലെ. എന്റെ കയ്യിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുക, എന്നിട്ട് എന്റെ വചനം അനുസരിച്ച് ജീവിതം ജീവിക്കുക അല്ലെ. നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ജീവിതമല്ല, വചനത്തിൽ എന്ത് പറയുന്നു അതനുസരിച്ചുള്ള ജീവിതം ജീവിക്കുക, അത്ര മാത്രം മതി. അപ്പൊ ദൈവം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ എന്നിൽ നിങ്ങൾ അബൈഡ് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും, അബൈഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയാകുമ്പോ എങ്ങനെ അബൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിരിക്കുന്ന കമാൻഡ്മെന്റുകൾ എല്ലാം എന്താ പറയാ ചെയ്തുകൊണ്ട്, ഒബേ ചെയ്തുകൊണ്ട് അല്ലെ. ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്യുക അല്ലെ. അപ്പോ എന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തികഞ്ഞു വരും അല്ലെ. എന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അല്ലെ അത് പെർഫെക്റ്റ് ആകുകയും ചെയ്യും. അപ്പൊ എന്നിലായിരിക്കും നിങ്ങൾ, ഞാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് എന്റെ വഴി കൂടെ നടന്നുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ട വ്യക്തികളായിട്ട് എന്താ പറയാ എന്നിലായിരിക്കും എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. തന്നിലായിരിക്കും, യേശുക്രിസ്തുവിലായിരിക്കും അല്ലെ. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിപ്പടുത്താതിരിക്കുക. നമ്മൾ ഇനി റിലീജിയസ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പോകുന്നുള്ള സ്വഭാവം ഉണ്ടാകാതിരിക്കുക. വീഴ്ചകൾ പറ്റി പോകുമ്പോൾ അത് ക്ഷമ ചോദിച്ചു തിരിച്ച് അവനിലേക്ക് ചെയ്യുക. അവനെന്ത് പറയുന്നു അതുപോലെ ജീവിക്കാനുള്ള കൃപ അവനെന്ത് കിട്ടും. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വർക്ക് സ്റ്റാർട്ട് ആക്കിയവൻ അത് ഫിനിഷ് ആക്കുക തന്നെ ചെയ്യും. അതാണ് എനിക്കിത് പറയാനുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഞങ്ങൾ ഒരിക്കൽ പോലും കർത്താവ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള മനസ്സുണ്ടാകാതിരിക്കട്ടെ. അതിനു വേണ്ടി ഒരിക്കൽ പോലും ഞങ്ങൾ ശ്രമിക്കാതിരിക്കട്ടെ. എപ്പോഴും കർത്താവ് അങ്ങയുടെ കയ്യിലേക്ക് തരുന്ന ഒരു ജീവിതം തരുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ഒരിക്കൽ പോലും ഞങ്ങളുടെ ഒപ്പീനിയൻ, ഞങ്ങളുടെ അഭിപ്രായത്തിനൊരു പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികളാകാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച് കർത്താവ്. ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് ഒന്നിനും ഒരു പ്രാധാന്യമില്ല കർത്താവ്, അങ്ങേക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. താങ്ക് യു ജീസസ് ഫാദർ ഗോഡ്. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം അപേക്ഷിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കുന്ന അപേക്ഷിക്കുന്നു കർത്താവെ. ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരോട് സംസാരിക്കുന്ന അപേക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൈകളും അങ്ങയുടെ കൃപയൊന്നും അവരെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഫൈനാൻസിനെ അവരുടെ ഹെൽത്തിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവ് അനുഗ്രഹം മാത്രമായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിനകത്ത് മാത്രം